ഹമാസ് എന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന രാജ്യവും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വീഡിയോകളിൽ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് കമൻ്റ് ഇട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഇസ്രായേൽ എന്തായി, ഹമാസിൻ്റെ പോരാട്ടം കണ്ടില്ലേ, ഹമാസിൻ്റെ മുന്നേറ്റം കണ്ടില്ലേ, വലിയ ആവേശത്തിലാണ് ഇത്തരക്കാർ വന്നിട്ട് കമൻ്റ് ഇടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഈ ഒരു തരത്തിലുള്ള കമൻറ്റുകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇത്തരം കമൻ്റ് ഇടുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവരെയൊക്കെ വഞ്ചിക്കുന്നത് ഇവരുടെയൊക്കെ സ്വന്തം ചാനലായിട്ടുള്ള മീഡിയ വൺ ഉൾപ്പെടെയുള്ളവർ തന്നെയാണല്ലോ. ഇത്തരക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ സ്ഥിരമായിട്ട് നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളാണ് കാണുന്നത്. ആ ചാനലുകളിലൂടെ നിരന്തരം ഈ ഹമാസിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചും ചുരുക്കി പറഞ്ഞാൽ ആ വാർത്തയൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള ഹമാസ് പ്രേമികളൊക്കെ കരുതുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പകുതി കീഴടക്കിയിട്ട് കൊടി പാറിച്ച് ഹമാസ് അങ്ങനെ നിൽക്കുകയാണ് എന്നതാണ് ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത്. നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് വായിച്ച് നോക്കണം, അല്ലെങ്കിൽ ആ വാർത്തകളൊക്കെ ഒന്ന് കേൾക്കണം. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഹമാസ് ഇസ്രായേലൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്, ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് 22 ബറ്റാലിയനുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 16 ബറ്റാലിയനുകളെയും ഇസ്രായേൽ സൈന്യം തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ അവശേഷിക്കുന്നത് 6 ബറ്റാലിയനുകൾ മാത്രമാണ്. അതേപോലെ തന്നെ ഇസ്രായേൽ വളരെ വ്യക്തമായിട്ട് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു, റംസാൻ നോമ്പ് തുടക്കത്തിന് മുന്നേ ആയിട്ട് ഇസ്രായേലി പൗരന്മാരെ, അതായത് ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുള്ള സകല ബന്ദികളെയും മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ റഫയും, അതായത് റഫ പ്രദേശവും ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒരുപാട് അഭയാർത്ഥികളൊക്കെ ഈ റഫയിലാണ് ഉള്ളത്. അവരോടൊക്കെ തന്നെ ഒഴിഞ്ഞു പോവാനുള്ള ആഹ്വാനങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹമാസുമായി ബന്ധപ്പെട്ട് ഖത്തറിൽ നിന്നും വാർത്ത വരുന്നുണ്ട്. ഖത്തറിൽ നിന്ന് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവിയൊക്കെ ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്തകളിൽ പറയുന്നത്, ഗാസയിലുള്ള അവരുടെ മേധാവി ഉണ്ടല്ലോ, യഹിയ സിൻവറിനെയൊക്കെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഹമാസിൻ്റെ ഖത്തറിലുള്ള മേധാവികൾ പോലും മനസ്സിലാക്കിയിരിക്കുന്നു ഹമാസ് പൂർണ്ണമായിട്ടുള്ള പരാജയത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്നും മനസ്സിലാവാത്തത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് മാത്രം. ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ ഹമാസ് എന്ന ഭീകര സംഘടന വർഷങ്ങളോളമുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറിയിട്ട് 1000-ലധികം ആളുകളെ, അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, സകലരെയും കൊന്നു തള്ളി, ആ സ്ത്രീകളെ കൊന്നു തള്ളിയിട്ട് പോലും പീഡനം നടത്തിയിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 5000-ലധികം മിസൈലുകളൊക്കെ ആ രാജ്യത്തേക്ക് അയച്ചിട്ടുള്ളതും. ഇങ്ങനെ ഹമാസ് തുടക്കം കുറിച്ചിട്ട് ഹമാസ് അങ്ങ് കരുതിയിട്ടുണ്ടായിരുന്നത് ഇസ്രായേലിനെ അങ്ങ് കീഴടക്കാമെന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ലോകത്ത് അത്യാധുനിക ടെക്നോളജികൾ ഉൾപ്പെടെ സംഭാവന ചെയ്യുന്ന ഇസ്രായേലിൻ്റെ മുന്നിൽ ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഈ ഗാസയിലെ ടണലുകളിലേക്ക് അവർ ചുരുങ്ങി ടണലുകളും തകർത്ത് ശക്തമായിട്ട് മുന്നേറുകയാണ് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ വളരെയേറെ സന്തോഷം കാണുന്നത് എന്നുള്ളതിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരുടെയും ആഗ്രഹം ഹമാസ് എന്ന ഭീകര സംഘടന ഈ ലോകത്ത് നിന്ന് തുടച്ച് നീക്കണമെന്നുള്ളത് തന്നെയാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഏതെങ്കിലും ബറ്റാലിയനുകൾ അവസാനിച്ച് യുദ്ധം അതിനിടയ്ക്ക് അവസാനിക്കുകയാണെങ്കിൽ ലോകത്ത് വീണ്ടും പ്രശ്നങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാവുമെന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ
ശക്തമായ മുന്നേറ്റത്തിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലരും വളരെയേറെ സന്തോഷത്തിൽ തന്നെയാണ്.